ഹലോ എവ്രിവൺ, എല്ലാവർക്കും ചിത്രരോഗിയിലേക്ക് സ്വാഗതം. നാളെ അതായത് 21 മെയ് ദൃശ്യം 3 ഇറങ്ങാൻ പോവാണ്. അപ്പോൾ അതിനെ പറ്റിയുള്ള എൻ്റെ ഒരു പ്രഡിക്ഷനാണ്. ദൃശ്യം 3 ഒരു വലിയ ഫ്ലോപ്പായിരിക്കും. കാരണം ദൃശ്യം 1 തന്നെ ഒരു കംപ്ലീറ്റ് കഥയായിരുന്നു. ഒരു രണ്ടാം ഭാഗം അതിൽ കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല. എന്നിട്ട് ഒരു രണ്ടാം ഭാഗം ഇറക്കി അത് ഒരു വിധത്തിലങ്ങ് പോയി ജസ്റ്റ് കണ്ടിരിക്കാം എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. വലിയ ഗുണമൊന്നും പറയാനില്ല ദൃശ്യം 2-ൽ. എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഒരു തട്ടിക്കൂട്ടിയൊരു സിനിമ അങ്ങ് ആക്കി. മോശം പറയാനില്ല, എന്നാൽ ഭയങ്കര നല്ലതും പറയാനില്ല. അങ്ങനത്തെ ഒരു സിനിമയായിരുന്നു ദൃശ്യം 2. ദൃശ്യം 2-ൽ കഥയൊക്കെ എങ്ങനെയൊക്കെയോ ഒരു കഥയൊക്കെ അങ്ങ് ഉണ്ടാക്കി. ദൃശ്യം 1 കംപ്ലീറ്റ് ഒരു കംപ്ലീഷൻ വന്നൊരു കഥയായിരുന്നു. പിന്നെയും അവരത് എങ്ങനെയൊക്കെയോ പിന്നെയും മുന്നോട്ടേക്ക് കൊണ്ടുപോയി. അത് കൊണ്ടുപോയി കഴിഞ്ഞിപ്പോൾ ദൃശ്യം 3-ലേക്ക് എത്തുമ്പോൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല അതിനകത്ത്. ഇനി അവരിതുപോലെ എന്തെങ്കിലുമൊക്കെ ഒരു കഥകളൊക്കെ ഉണ്ടാക്കി കൊണ്ടുവരും. ഇതിൽ എനിക്ക് തോന്നുന്നു ആ ട്രെയിലറൊക്കെ കണ്ടിട്ട് മോഹൻലാൽ ഇങ്ങനെ ഭയങ്കര ദേഷ്യപ്പെട്ടൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് അയാളുടെ ജോർജ് കുട്ടിയുടെ ജീവിതത്തിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഇനി വരും, അങ്ങനത്തെ വല്ല സംഗതികളൊക്കെ ആയിരിക്കും കാണിക്കുക. പുള്ളി ആകെ ഇതുവരെ അത്രയും ദേഷ്യപ്പെട്ട് ഒരു ദൃശ്യം 1-ലും 2-ലൊന്നും കണ്ടിട്ടില്ല. ഈ ട്രെയിലറിൽ 1-2 സീനിൽ അങ്ങനെ ആകെ ഭയങ്കര ദേഷ്യപ്പെട്ടും ഭയങ്കര മനം മടുത്തൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പം അങ്ങനത്തെ വല്ല ലൈനായിരിക്കും കഥ പോകുന്നത്. പിന്നെ ദൃശ്യം 2-ലെ പോലെ തന്നെ ഒരു എന്താ പറയുക, കുറേ പേര് പറയാറുള്ളൊരു സീരിയൽ ലെവൽ മേക്കിംഗ് എന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ തന്നെയാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്. കാര്യമായിട്ട് വലിയൊരു സംഗതിയൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം കഥയില്ല, മെയിനായിട്ട് അത്രയും പറയാൻ മാത്രം കഥയില്ല. സോ ഇതൊരു വലിയ അനക്കമൊന്നും ഉണ്ടാക്കാതെ ജസ്റ്റ് സൈലൻ്റായിട്ട് വരും. വലിയ ഹൈപ്പ്, കാര്യമായിട്ടുള്ള ഹൈപ്പില്ല. കുറച്ചൊക്കെ ഉണ്ട്, ഹൈപ്പുണ്ട്. എനിക്ക് തോന്നുന്നു പേട്രിയറ്റിനേക്കാളൊക്കെ ഹൈപ്പുണ്ട്. എന്നാലും കാര്യമായിട്ടൊന്നും തന്നെ നടക്കാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. സോ മിക്കവാറും ഒരു ഫ്ലോപ്പ് എന്നുള്ളൊരു രീതിയിലാണ് പോകാൻ പോകുന്നത്. വലിയൊരു അനക്കമൊന്നും ഇല്ലാതെ അങ്ങ് പോകും. പിന്നെ ദൃശ്യം 4 നടക്കും എന്നുള്ളത് ഇത് കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ. വലിയ ഗുണമില്ലാത്തൊരു സിനിമയായിരിക്കും എന്നാണ് വിചാരിക്കുന്നത്.